ഒരു കൊലപാതകം, ഒരു വെട്ടിമാറ്റപ്പെട്ട കൈ, തുടർന്നുണ്ടാവുന്ന അന്വേഷണത്തിൽ റിവീൽ ചെയ്യുന്ന ഡാർക്ക് ആയിട്ടുള്ള സീക്രട്സ്. സോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ C5 കഴിഞ്ഞ വർഷം റിലീസായിട്ടുള്ള ഒരു തമിഴ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആയിട്ടുള്ള രേഖയിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രാജേഷ് കുമാർ എന്ന ഫേമസ് ആയിട്ടുള്ള തമിഴ് റൈറ്റർ എഴുതിയ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വെബ് സീരീസ് എടുത്തിരിക്കുന്നത്. ഇത് 6 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു ചെറിയൊരു വെബ് സീരീസ് ആണ്. 10-25 മിനിറ്റ് ഒക്കെ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നുള്ളൂ. സോ ക്രൈം ത്രില്ലർ അത്തരത്തിലുള്ള ജോണറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാവുന്ന ഒരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നി. സോ ഇതിന്റെ സ്റ്റോറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ കാണിക്കുന്നത് വളരെ പ്ലാൻഡ് ആയിട്ട് നടക്കുന്ന ഒരു മർഡർ ആണ്. ശേഷം ആ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതൊരു ആക്സിഡന്റൽ ആയിട്ടുള്ള ഡെത്ത് ആണ് ആ പോലീസുകാർ തീരുമാനിക്കുന്നു. ശേഷം ആ കേസ് അവിടെ ക്ലോസ് ആകുന്നു. സോ നമ്മുടെ കഥയിലെ നായകന്റെ പേര് വെട്രി എന്നാണ്. പുള്ളി ഒരു SI ആണ്. സോ പുള്ളിക്കൊരു വെട്ടിമാറ്റപ്പെട്ട കൈ ഒരു സാഹചര്യത്തിൽ കിട്ടുന്നുണ്ട്. ശേഷം പുള്ളി അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ തുടർന്ന് കുറെ കൊലപാതകങ്ങൾ പുള്ളി ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്. ശേഷം നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഈ നടന്ന കൊലപാതകങ്ങളെല്ലാം ലിങ്ക്ഡ് ആണോ? അങ്ങനെയാണെങ്കിൽ ആരാണ് അതിന്റെ പിന്നിൽ? എങ്ങനെയാണ് ഈ ഒരു വിക്ടിംസ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ഈ ഒരു സീരീസ് ചർച്ച ചെയ്യുന്നത്. സോ ഇതിന്റെ ഏറ്റവും ഒരു പോസിറ്റീവ് എന്ന് പറയുവാണെങ്കിൽ ഇതിന്റെ ഒരു ഡ്യൂറേഷൻ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെയാണ് ഓരോ എപ്പിസോഡിന്റെ ഡ്യൂറേഷൻ ഉള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പോകുന്ന ഒരു സീരീസ് ആണ്. ഇതിന്റെ ഓരോ എപ്പിസോഡുകളും ഇങ്ങനെ വലിയ വലിച്ചു നീട്ടിയിട്ടുള്ള കഥ പറച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവായിട്ട് തോന്നി ഇതിന്റെ ലീഡ് ആയിട്ടുള്ള ക്യാരക്ടറിന്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. പുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാല ഹസൻ എന്നാണ് ആ ഒരു ആക്ടറിന്റെ പേര്. സോ പുള്ളി നല്ലൊരു വർക്കാണ് ഈ ഒരു സീരീസിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് വന്നേക്കുന്ന കുറച്ച് ആക്ടേഴ്സ് ഒക്കെ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഇതിന്റെ എനിക്കൊരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് തോന്നി ഇതിന്റെ മേക്കിംഗ് ആണ്. ടെക്നിക്കൽ സൈഡ് വളരെ വീക്ക് ആയിട്ട് തോന്നി. വളരെ ലേസി ആയിട്ടുള്ള എഡിറ്റിങ്ങും അതുപോലെ ക്യാമറ വർക്കും എല്ലാം വളരെ ഒരു ആവറേജ് ലെവലായിരുന്നു എനിക്ക് തോന്നിയത്, ഇതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു സീരീസിന്റെ ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസും ഭയങ്കര വീക്കായിട്ട് തന്നെയാണ് തോന്നിയത്. സീരിയസ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ആണെങ്കിൽ കൂടിയും വളരെ ലേസി ആയിട്ട് ചെയ്തു വെച്ചേക്കുന്നവരെയാണ് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2-3 ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചിലതൊക്കെ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്, എങ്കിൽ കൂടി നമുക്ക് ബോറടിക്കാതെ ഒറ്റ ഒരു വാച്ചിൽ കണ്ടു തീർക്കാം. 6 എപ്പിസോഡേ ഉള്ളൂ. ഒറ്റ ഒരു സ്ട്രെച്ചിൽ ഇപ്പം ഇറങ്ങുന്ന സിനിമകളുടെ ഒക്കെ ഡ്യൂറേഷൻ ഒക്കെ ഉള്ളൂ. ഒരു 3 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് കണ്ടു തീർക്കാവുന്ന ഒരു സീരീസ് ആണ്. സോ C5 ഈ ഒരു സീരീസ് സ്ട്രീം ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടാതെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ത്രില്ലർ മിസ്റ്ററി ക്രൈം സീരീസും അങ്ങനത്തെ ഉള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒന്നാണ്. നമുക്ക് ബോറടിക്കാതെ പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റിയ ഒരു സീരീസ് ആണ് രേഖ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.